നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2026 PSC ചോദിച്ച പ്രധാനപ്പെട്ട കുറച്ച് ഹിസ്റ്ററി ചോദ്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? വരാനിരിക്കുന്ന VFA, ബെഫ്കോ, LD, കമ്പനി, LGS മുതലായ എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫാക്ട്സ് എല്ലാം പറയുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പർ ആയിക്കോളാം. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്നെ ഒന്ന് അറിയിക്കാൻ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യൂ. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഏതാണ്? സ്വദേശി പ്രസ്ഥാനമാണ് ഗാന്ധിജിയുമായി ബന്ധമില്ലാത്തത്. അപ്പൊ ഓപ്ഷൻ എ ഇങ്ങെടുക്കാം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം പറയൂ. 1917. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണെന്ന് ഓർക്കുക. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവിന്റെ പേരെന്താണ്? രാജ്കുമാർ ശുക്ല. രാജ്കുമാർ ശുക്ലയാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവിന്റെ പേര്. ഗാന്ധിജി തന്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 1917 അദ്ദേഹം തന്റെ ആദ്യത്തെ സത്യാഗ്രഹം ഇന്ത്യയിൽ നടത്തിയത്. അതാണ് ചമ്പാരൻ സത്യാഗ്രഹം. എന്നാൽ നിങ്ങളോടുള്ള ഇന്നത്തെ ചോദ്യം, ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? താഴെ നിന്ന് കമന്റ് ചെയ്യൂ, വേഗം കമന്റ് ചെയ്യൂ. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ചമ്പാരനിലേക്ക് ഗാന്ധിജിയെ അനുഗമിച്ച പ്രമുഖർ ആരെല്ലാം? JB കൃപലാനി, ബ്രിജ് കിഷോർ, നർഹരി പരേഖ് എന്നിവരാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, അഹമ്മദാബാദ് തുണിമിൽ സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം 1918. ഈ ഒരു സമരത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം. ആഹാരം കഴിക്കാതെ, ആഹാരം അഹമ്മദാബാദ് എന്ന് ഓർത്താൽ മതി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം. ഇത് നടന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഗുജറാത്തിൽ 1918 നടന്നത്. PSC മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്ലേഗ് ബോണസിനെ ചൊല്ലി അഹമ്മദാബാദിലെ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരം ഏതായിരുന്നു? അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ്. 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയെ ഏതാണ്ട് 10% പേരെയാണ് കൊന്നൊടുക്കിയത്. ഇതിനോടനുബന്ധിച്ച് 35% വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചതിനെ തുടർന്ന് മിൽ ഉടമകൾ ഈ ആവശ്യം അംഗീകരിക്കുകയുണ്ടായി. അപ്പോ അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം 1918. അഹമ്മദാബാദിൽ പ്ലേഗ് രോഗം പൊട്ടിപ്പുറപ്പെട്ടത് 1917. ഇനി 1918 നടന്ന മറ്റൊരു സത്യാഗ്രഹമാണ് ഖേദ സത്യാഗ്രഹം. ഇതും നടന്നത് ഗുജറാത്തിൽ തന്നെയാണ്. അപ്പൊ 1918 അഹമ്മദാബാദിലെ തുണിമിൽ സമരവും ഖേദ സത്യാഗ്രഹവും നടന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ് നടന്നത്. ഗുജറാത്തിൽ. ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച നേതാക്കൾ ആരൊക്കെയായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ദുലാൽ യാഗ്നിക് എന്നിവരാണ്. എന്തിനാണ് ഈ ഖേദ സത്യാഗ്രഹം നടന്നത്? ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ്. വരൾച്ചയെ തുടർന്ന് കർഷകർ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട നികുതി ഇളവ് ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു സത്യാഗ്രഹം നടന്നത്. അപ്പൊ കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ഖേദയാണോ, അഹമ്മദാബാദാണോ, ചമ്പാരനാണോ? ചമ്പാരനാണ്. ഇനി ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഖേദ സത്യാഗ്രഹം. ഖേദ സത്യാഗ്രഹം. ഗാന്ധിജി നടത്തിയ ആദ്യത്തെ നികുതി നിഷേധ സമരം ഏതായിരുന്നു? ഖേദ സത്യാഗ്രഹമാണ്. ഖേദ സത്യാഗ്രഹം. അടുത്ത ചോദ്യം നോക്കാം. 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളുമാണ് താഴെ സൂചിപ്പിക്കുന്നത്. ശരിയായ ജോഡി കണ്ടെത്തുക. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. ബീഹാർ നേതൃത്വം നൽകിയത് ആരാണ്? കൻവർ സിംഗ് ആണ്. വാജിദ് അലി ഷാ അല്ല, കൻവർ സിംഗ് ആണ് നേതൃത്വം നൽകിയത്. അടുത്തത് ലക്നൌ,
ലക്കിൽ അവധി കിട്ടിയാൽ ആഗ്രയിൽ പോകാം. ലക്ക് അവധ് ആഗ്ര ആരാണ്? ബീഗം ഹസ്രത് മഹലാണ്. ബീഗം ഹസ്രത് മഹൽ. ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC 2027 ബാച്ചിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് സീറ്റ്സും കൂടെ ബാക്കിയുള്ളൂ. കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരെയൊന്നും എടുക്കത്തില്ല, ഒരു നിശ്ചിത നമ്പർ ഓഫ് കുട്ടികളെ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പൊ സീറ്റ്സ് ഒക്കെ ഫില്ലായി വരുന്നു. ഇനി വിരലിൽ എണ്ണാവുന്ന സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ആ സീറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, നിങ്ങളിൽ ഒരാളാവണോ ആ ബാച്ചിലെ ഉദ്യോഗാർത്ഥി എങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളാം. ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാൻ പറ്റും. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാമേ. എന്റെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച്, ഞാൻ സർക്കാർ ജോലി വാങ്ങിച്ച അതേ സ്റ്റഡി പ്ലാൻ അനുസരിച്ചാണ് നിങ്ങൾക്കും ക്ലാസ് എടുത്ത് തരുന്നത്. ഫുൾ ടോപ്പിക്സ് ഉണ്ടാക്കും. ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതുപോലെ SCRT, പഴയ SCRTയും പുതിയ SCRT, ഷോർട്ട് കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സും എക്സാംസ് അടക്കം വീക്ക്ലി ടൈം ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഡേ വൈസ് ആയിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടായിരിക്കും. പിന്നെ കൂടെ നിന്ന് പഠിപ്പിക്കുന്ന രീതിയാണ്, എല്ലാ പോർഷനും ഇട്ട് തരുന്ന രീതിയല്ല. വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കും ബിഗിനേഴ്സിനും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഡെയിലി ഒരു 2-3 ക്ലാസ്സേ മാക്സിമം ഉണ്ടാവത്തുള്ളൂ. കാരണം 2027 പരീക്ഷയ്ക്ക് ഇപ്പോഴേ ഫൗണ്ടേഷൻ ഇട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാനൊരു കോൺടാക്ട് നമ്പറും കൂടി ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. അതിൽ വാട്സാപ്പ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ്, കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കൂടുതൽ നേതാക്കളെ നോക്കിയാലോ. ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? റാണി ലക്ഷ്മിഭായി ആണ്. ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 വിപ്ലവത്തിന്റെ പ്രധാന നേതാവ്. ജഗദീഷ് പൂരിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ്. ഓപ്ഷൻ ബി ബീഹാറിലെ ആര, അവിടെയും കൻവർ സിംഗ് ആണ്. ജഗദീഷ് പൂരിലും കൻവർ സിംഗ് ആണ്. ഗ്വാളിയോർ ചോദിച്ചാൽ റാണി ലക്ഷ്മിഭായി ഉണ്ട്, പിന്നെ ഒരാളും കൂടെ ഉണ്ട്. ആരാണ് അദ്ദേഹം? താന്തിയ തോപ്പി. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണെന്നറിയാലോ. അപ്പൊ മീററ്റിൽ നേതൃത്വം നൽകിയത് ആരാണ്? കദം സിംഗ് ആണ് നേതൃത്വം നൽകിയത്. കദം സിംഗ്. ലക്നൗ, ആഗ്ര, ഔദ് ബീഗം ഹസ്രത് മഹൽ. ബറൌത്ത് പർഗാന ഷാമാൽ ആണ് ബറൌത്ത് പർഗാനയിൽ നേതൃത്വം നൽകിയത്. മധുര രഥത്തിൻ്റെതായാണ്. മധുര ദേവി സിംഗ് ആണ് നേതൃത്വം നൽകിയത്. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ്. അസമിൽ നേതൃത്വം നൽകിയത് ദിവാൻ മണിറാം ദത്ത. ബറേലിയിലും റോഹിൽഖണ്ഡിലും നേതൃത്വം നൽകിയത് ആരാണ്? ഖാൻ ബഹദൂർ ഖാൻ. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അവയുടെ നേതാക്കൾ, അതാണ് അവരുടെ സ്ഥാപകർ, അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ശരിയായ ജോഡി. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഭൂലെ, ശരിയാണ്. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു, ശരിയാണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ശരിയാണ്. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്, ശരിയാണ്. അപ്പൊ തന്നിരിക്കുന്നത് എല്ലാം ശരിയാണ്. അപ്പൊ നമുക്ക് രാജാറാം മോഹൻ റോയ് എടുത്താലോ. രാജാറാം മോഹൻ റോയെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ആര്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ ആര്? അത് രാജാറാം മോഹൻ റോയ് ആണോ? അല്ല, രാജ് നാരായൺ ബോസ്. കേട്ടിട്ടുണ്ടോ ഇദ്ദേഹത്തെ പറ്റി? ഇദ്ദേഹമാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ. ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ, അതും രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ആര്? രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജ സ്ഥാപകൻ. ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം 1828. ബ്രഹ്മസമാജം പിന്നീട് അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് രണ്ടായിട്ട് വേർതിരിഞ്ഞു. എങ്ങനെയൊക്കെ? ഭാരതീയ ബ്രഹ്മസമാജം എന്നും ആദി ബ്രഹ്മസമാജം എന്നും. ഭാരതീയ ബ്രഹ്മസമാജം എന്നും ആദി ബ്രഹ്മസമാജം എന്നും. ഈ ബ്രഹ്മസമാജം രണ്ടായി വേർപിരിഞ്ഞ വർഷം ഏതാണ്? 1866. 1866 ബ്രഹ്മസമാജം രണ്ട് വഴിക്ക് പിരിഞ്ഞത്. അപ്പോൾ ഇതിൽ ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ദേബേന്ദ്രനാഥ ടാഗോർ ആണ്. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേശവ് ചന്ദ്ര സെൻ ആണ്. ഈ ദേവേന്ദ്രനാഥ ടാഗോർ
ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിന്റെ മകനാണ് രവീന്ദ്രനാഥ ടാഗോർ. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ പ്രശസ്തനായ മകൻ ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിലെ ലിയോനാർഡോ ഡാവിഞ്ചി എന്നറിയപ്പെടുന്നത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഓർക്കുക. ഇനി സാധാരണ ബ്രഹ്മസമാജം ഉണ്ട്. സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ചത് 1878 ഇതിന് നേതൃത്വം നൽകിയത് 2 വ്യക്തികൾ ചേർന്നിട്ടാണ്. ആനന്ദ മോഹൻ ബോസും ശിവനാഥ് ശാസ്ത്രിയും. ആനന്ദ മോഹൻ ബോസും ശിവനാഥ് ശാസ്ത്രിയും ചേർന്നിട്ടാണ് സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത്. ഇനി ഹിതകാരിണി സമാജത്തെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പറഞ്ഞു തരട്ടെ. ഹിതകാരിണി സമാജം സ്ഥാപിച്ച വർഷം 1906. ആരാണ് സ്ഥാപിച്ചത്? വീരേശലിംഗം പന്തലു ആണ് സ്ഥാപിച്ചത്. ആന്ധ്രയിലെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്നത് ആരാണ്? വീരേശലിംഗം പന്തലു ആണ്. ഇദ്ദേഹം ഒരു മാസിക ആരംഭിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്താ അതിന്റെ പേര്? വിവേകവർധിനി. വിവേകവർധിനി എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? വീരേശലിംഗം പന്തലു ആണ്. വീരേശലിംഗം പന്തലു. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് ആരാണ്? വീരേശലിംഗം പന്തലു. പഴയ എസിയാട്ടിലുള്ള ഫാക്ട് അല്ലേ, ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കോട്ടല്ലേ ഇത്? വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് ആരാണ്? വീരേശലിംഗം പന്തലു ആണ്. ഇനി ഓപ്ഷൻ എ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒന്നാമത്തെ ജോഡി, സത്യശോധക് സമാജ് സ്ഥാപകൻ ജ്യോതിറാവു ഭൂലെ. ജ്യോതിറാവു ഭൂലെ, ജ്യോതിറാവു ഗോവിന്ദറാവു ഭൂലെ. ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേരിങ്ങനെയാണ്, ജ്യോതിറാവു ഗോവിന്ദറാവു ഭൂലെ. ഇദ്ദേഹം ദളിത് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്, അതായത് പിന്നാക്ക ജാതിക്കാരെ വിശേഷിപ്പിക്കാൻ വേണ്ടി, സൂചിപ്പിക്കാൻ വേണ്ടി ദളിത് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? ജ്യോതിറാവു ഭൂലെയാണ്. ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥം PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഗുലാംഗിരി. ഗുലാംഗിരി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അടിമത്തം. ഗുലാംഗിരി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ജ്യോതിറാവു ഭൂലെയാണ്. ഈ ജ്യോതിറാവു ഭൂലെയുടെ പത്നിയും പ്രശസ്തയാണ്, സാവിത്രി ഭൂലെ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപിക ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സാവിത്രി ഭൂലെയാണ്. സാവിത്രി ഭൂലെ. ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ലോങ് മാർച്ച്. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ലോങ് മാർച്ച് എന്ന് പറഞ്ഞു. ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ മാവോ സേ തുങ് ആണ്. മാവോ സേ തുങ് ആണ് ചൈനയിൽ ലോങ് മാർച്ച് നടത്തിയത്. വർഷം ഏതാണ്? 1934. 1934 മാവോ സേ തുങ് ആണ് ചൈനയിൽ ലോങ് മാർച്ച് നടത്തിയത്. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച് മാവോയുടെ നേതൃത്വത്തിൽ ധാരാളം കൃഷിഭൂമികളും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്നും പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകിയ മാർച്ച് ആയിരുന്നു ലോങ് മാർച്ച്. ഓർക്കുക. ആരായിരുന്നു മാവോ? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു മാവോ സേ തുങ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ മാവോ സേ തുങ് ആണ്. മാവോ സേ തുങ്. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പ്രസ്താവിച്ച നേതാവാര്? മാവോ സേ തുങ് ആണെന്ന് ഓർക്കുക. മാവോയുടെ നേതൃത്വത്തിലുള്ള സേനയുടെ പേരാണ് ചുവപ്പ് സേന. ചുവപ്പ് സേന. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് തൂലികാ നാമങ്ങൾ നോക്കിയാലോ. ഒന്ന് മലയാളത്തിലേക്ക് ചാടാം. തൂലികാ നാമങ്ങൾ. PC ഗോപാലന്റെ തൂലികാ നാമം എന്താണ്? നന്ദഗോപാലൻ എന്നോർത്താ മതി. നന്ദനാർ. നന്ദനാർ എന്നതാണ് PC ഗോപാലന്റെ തൂലികാ നാമം. C ഗോവിന്ദ പിഷാരടി ചെറുകാട്. C ഗോവിന്ദ പിഷാരടി തൂലികാ നാമം എന്താണ്? ചെറുകാട്. K ശ്രീകുമാർ. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആശാമേനോൻ. ആശാമേനോൻ എന്നത് K ശ്രീകുമാറിന്റെ തൂലികാ നാമമാണ്. മാലി എന്നത് ആരുടെ തൂലികാ നാമം? മാധവൻ നായരുടെ തൂലികാ നാമമാണ്. VV അയ്യപ്പന്റെ തൂലികാ നാമം എപ്പോഴും ചോദിക്കും. കോവിലൻ. കോവിലൻ ആരുടെ തൂലികാ നാമം? VV അയ്യപ്പന്റെ തൂലികാ നാമം. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഉറൂബ് എന്നത് ആരുടെ തൂലികാ നാമം? PC കുട്ടിക്കൃഷ്ണൻ. PC കുട്ടിക്കൃഷ്ണന്റെ തൂലികാ നാമമാണ് ഉറൂബ്. ഇനി സഞ്ജയൻ എന്നത് ആരുടെ തൂലികാ നാമം? MR നായർ. MR നായരുടെ തൂലികാ നാമമാണ് സഞ്ജയൻ എന്ന് ഓർക്കുക. പാറപ്പുറത്ത് കയറിയിരിക്കുന്നത് ആരാണ്? പാറപ്പുറം ആരുടെ തൂലികാ നാമം? KE മത്തായി. KE മത്തായി. പാറപ്പുറത്ത് മത്തായിട്ടിരുന്നെന്ന് ഓർത്താൽ മതി. അപ്പൊ പാറപ്പുറം KE മത്തായിയുടെ തൂലികാ നാമമാണ്. ഇന്ദുചൂടൻ ആരുടെ തൂലികാ നാമം? KK നീലകണ്ഠന്റെ തൂലികാ നാമമാണ് ഇന്ദുചൂടൻ. ഓർക്കുക. കുറച്ച് ആസിഡും കൂടെ നോക്കിയാലോ. കുറച്ച് പദാർത്ഥങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡും ചോദിക്കാറുള്ളതാണ്. മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ? യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് ആണ് മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്നത്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്.
പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ? ലാക്റ്റിക് ആസിഡ് ആണ്. ഓറഞ്ച്, നാരങ്ങ മുതലായവയിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡ് ആണ്. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ പുളിയിൽ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡ് ആണ്. ടാർട്ടാറിക് ആസിഡ്. ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ? ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡ് ആണ് ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്നത്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നതും ഓക്സാലിക് ആസിഡ് ആണെന്ന് ഓർക്കുക. ആസ്പിരിനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ? അസറ്റൈൽ സാലിസിലിക് ആസിഡ്. അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണെന്ന് ഓർക്കുക. ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. 2026 PSC നടത്തിയ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ, ഇത് കെയർ ടേക്കറിന്റെ പരീക്ഷയായിരുന്നേ. ഈ പരീക്ഷയ്ക്ക് ചോദിച്ച പ്രധാനപ്പെട്ട ഹിസ്റ്ററി ചോദ്യങ്ങൾ. അപ്പൊ ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ എസ് താഴെ കമന്റ് ചെയ്യൂ. ഇന്ന് നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം നടന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചത്. അത് മറക്കാതെ കമന്റ് ചെയ്യുമല്ലോ. എല്ലാവർക്കും അറിയാന്നുള്ള ഉത്തരമല്ലേ? ഇനി അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഒന്ന് നോക്കൂ. ഇപ്പൊ തന്നെ ആ ഒരു ഫാക്റ്റും കൂടി പഠിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഹർഷദം എഡ്യൂടെക് ആപ്പിൽ LDC 2027 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് ദിവസം മാത്രം അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പിച്ചോളൂ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്